എറണാകുളത്ത് മേജർ രവി NDA സ്ഥാനാർത്ഥിയായേക്കും. BJP നേതൃത്വം മേജർ രവിയുമായി ചർച്ച നടത്തി. ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ TN സരസുവിനെയാണ് പരിഗണിക്കുന്നത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരനും BJP ജില്ലാ അധ്യക്ഷൻ VB ഗോപകുമാറും പരിഗണനാ പട്ടികയിലുണ്ട്. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ആ സാധ്യതകൾ എങ്ങനെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ഏറെ നാളുകളായി എറണാകുളത്തെ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് NDA നേതൃത്വമുള്ളത്. പക്ഷേ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങും എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഒടുവിൽ മേജർ രവി എന്നുള്ളൊരു പേരിലേക്ക് BJP സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇദ്ദേഹവുമായുള്ള ചർച്ചയിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ നേരിട്ട് തന്നെ മേജർ രവിയെ വിളിക്കുകയും എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകണം എന്നുള്ളൊരു ആവശ്യം അറിയിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇതിനോട് അദ്ദേഹം എതിർക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സമ്മതമൂളി എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ മേജർ രവിയെ എറണാകുളത്ത് NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിനു മുമ്പ് ഈ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മേജർ രവിയെ NDAയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറക്കാനുള്ള ഒരു ആവശ്യമൊക്കെ NDA മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ അടക്കമുള്ള പല മണ്ഡലങ്ങളിലേക്കും ഇദ്ദേഹത്തെ വിടാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ എറണാകുളത്ത് NDA സ്ഥാനാർത്ഥിയായി തന്നെ മേജർ രവിയെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി തന്നെ അധികം വൈകാതെ പ്രഖ്യാപനമുണ്ടാകും. ആലത്തൂരിലേക്ക് വന്നാൽ ആലത്തൂരിൽ TN സരസു ടീച്ചറെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. സരസു ടീച്ചർ കഴിഞ്ഞ 2019 അവസാനത്തോടുകൂടി വളരെ ചർച്ചാ വിഷയമായ ഒരു പ്രിൻസിപ്പൽ കൂടിയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായി വിരമിക്കുന്നതിന് അവസാന സമയത്ത് അവർക്ക് യാത്രയപ്പ് നൽകി SFI ഒരു വിവാദ ഇതിലേക്ക് പോയിരുന്നു. അത് പ്രിൻസിപ്പളിന് കുഴിമാടം ഒരുക്കിയുള്ള ഒരു യാത്രയപ്പിലേക്കാണ് ഇത്തരത്തിൽ ഒരു വലിയ വിവാദമായി മാറിയത്. അങ്ങനെ ഡോക്ടർ സരസു ടീച്ചറിനെയാണ് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. ഒപ്പം കൊല്ലത്ത് കുമ്മനം രാജശേഖരനും BJPയുടെ ജില്ലാ അധ്യക്ഷനും പരിഗണനയിലുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.